തെളിവില്ല എന്ന പോലീസ് റിപ്പോർട്ടിന് പിന്നാലെ ഗുരുതര ആരോപണമാണ് മർദ്ദനമേറ്റ കോൺഗ്രസ് പ്രവർത്തകൻ അജയ് ജ്വൽ കുര്യാക്കോസ് ഉന്നയിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഗൺമാൻ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ കൈമാറി, പക്ഷെ പോലീസ് സ്വീകരിച്ചില്ല എന്നാണ് ജ്വൽ പറയുന്നത്. മർദ്ദനമേറ്റവർ സ്വയം പകർത്തിയ ദൃശ്യങ്ങൾ വേണമെന്ന വിചിത്രവാദമാണ് പോലീസ് പറയുന്നതെന്നും അജയ് ജ്വൽ കുര്യാക്കോസ് മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. നവകേരള സദസ്സ് കഴിഞ്ഞ് മടങ്ങിയ മുഖ്യമന്ത്രിയെ ആലപ്പുഴയിൽ കരിങ്കൊടി കാണിച്ചതിന് അദ്ദേഹത്തിൻ്റെ ഗൺമാന്മാരുടെ മർദ്ദനമേറ്റ യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകർ അതിനുള്ള തെളിവ് ഹാജരാക്കിയിട്ടില്ല എന്നാണ് പോലീസ് റിപ്പോർട്ടിൽ പറയുന്നത്. തെളിവ് ഹാജരാക്കിയിരുന്നോ, തെളിവ് ആവശ്യപ്പെട്ടിരുന്നു? DYSP ഞങ്ങളെ വിളിക്കുകയും മാധ്യമപ്രവർത്തകരോട് ബന്ധപ്പെട്ടിട്ട് അവരുടെ കയ്യിൽ ആരുടെയും കയ്യിൽ ഇതിൻ്റെ ഒന്നും വിഷ്വൽ ഇല്ല എന്നാണ് പറയുന്നത്. അപ്പം ഞാൻ അവിടെ അറിയാവുന്ന മാധ്യമപ്രവർത്തകരൊക്കെ ചോദിച്ചപ്പോൾ അങ്ങനത്തെ ഒരു കാര്യം മാധ്യമപ്രവർത്തകരോട് ചോദിച്ചിട്ടില്ല. ആയിക്കോട്ടെ, എന്നാൽ പിന്നെ ഞങ്ങൾ നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവിടെ ഒരു പെൻഡ്രൈവിലാക്കി ഡോക്യുമെൻറ്റ്സ് എല്ലാം കൂടെ പെൻഡ്രൈവിലാക്കിക്കൊണ്ട് ചെന്നപ്പോൾ എൻ്റെ അടുത്ത് DYSP പറഞ്ഞു, ഇത് മാധ്യമങ്ങളുടെ ഇതല്ല വേണ്ടത്, നിങ്ങൾ ഷൂട്ട് ചെയ്ത ഒരു വിഷ്വൽ തരണമെന്ന് പറഞ്ഞു. വാട്ടർമാർക്കുള്ളൊരു വീഡിയോ ഉണ്ട്, അത് ഷൂട്ട് ചെയ്തതാണ്. അപ്പോൾ ആ വിഷ്വൽ കൊണ്ട് കൊടുത്താൽ പറഞ്ഞു, അത് നിങ്ങൾ ഷൂട്ട് ചെയ്തതല്ല, അത് വേറെ ആൾ ഷൂട്ട് ചെയ്തതല്ല, നിങ്ങൾ ഷൂട്ട് ചെയ്ത വിഷ്വൽ തരണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, സാറേ ഞാൻ അടികൊണ്ട് കിടക്കുമ്പോൾ ഞാനും തോമസും എങ്ങനെയാണ് ഇത് ഷൂട്ട് ചെയ്യാൻ പറ്റുക? ഇതേ ഉള്ളൂ ഞങ്ങളുടെ കയ്യിൽ. അപ്പോൾ ഇതൊന്നും വാട്ടർമാർക്കോ മറ്റു കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു വീഡിയോ കിട്ടിയിട്ട് ഞങ്ങൾ അതുകൊണ്ട് കൊടുത്തു. പുള്ളി പറഞ്ഞ് പോയിട്ട് വാ, നമുക്ക് നോക്കിയിട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. പിന്നെ ഇദ്ദേഹത്തെ ബന്ധപ്പെടാൻ നോക്കിയിട്ട് ബന്ധപ്പെടാൻ പറ്റും. ബന്ധപ്പെടാന്ന് വെച്ചാൽ അദ്ദേഹം എവിടെയും വിളിക്കുമ്പോൾ പറയും, ഞാൻ ട്രിവാൻഡ്രത്തേക്ക് യാത്രയിലാണ്, ഞാൻ ട്രെയിനിലാണ്, പോയിട്ട് പിന്നെ വാ എന്ന് പറയും. അവിടെ നമ്മൾ ബന്ധപ്പെടുന്നൊരു പോലീസ് ഉദ്യോഗസ്ഥൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, സാറേ ഇത് മേടിക്കണം, നിങ്ങൾ കൈപ്പറ്റിയിട്ട് ബാക്കി ചെയ്യുക. അല്ല മഹസർ ഒപ്പിടേണ്ടതാണ്, അപ്പോൾ DYSP നേരിട്ടുണ്ടാവണം, എന്നാൽ മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് നമ്മളെ വീണ്ടും മടക്കി വയ്ക്കുകയാണ് ചെയ്തത്. ഒരു 4-5 വട്ടം ഞാൻ അത് വിളിച്ചിട്ടുണ്ട്. അതിനുശേഷം സംഭവിച്ചതെന്ന് വെച്ചാൽ പുള്ളി ട്രാൻസ്ഫർ ആയെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, സാർ എന്നാൽ പിന്നെ ട്രാൻസ്ഫർ ആവുന്നതിന് മുമ്പ് ഞാൻ വിളിച്ചിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു, പുതിയ ആൾ വരുമ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞാൽ മതി, അദ്ദേഹം ഇത് നിങ്ങളോട് വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, സാർ ഇത് മേടിക്കാതെ പോകരുത്, നമ്മുടെ ഒരു അനാസ്ഥയായിട്ട് വരരുത്. അപ്പോൾ പറഞ്ഞു, എൻ്റെ അടുത്ത് പറഞ്ഞു, ഇല്ല അത് നിങ്ങളെ ബന്ധപ്പെടും, നിർബന്ധമായിട്ട് അവർ നിങ്ങളെ ബന്ധപ്പെട്ടിട്ട് മാത്രമേ, പുതിയ ആൾ വരുമ്പോൾ നിങ്ങളെ ബന്ധപ്പെട്ടിട്ട് ബാക്കി കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത്. ആ റെഫർ ചാർജിൽ പറയുന്നൊരു പ്രധാനപ്പെട്ട സാധനം എന്ന് പറയുന്നത്, ജനറൽ ആശുപത്രി ജംഗ്ഷനിൽ എത്തിയ സമയം 2 യുവാക്കൾ വളരെ അപ്രതീക്ഷിതമായി ഓടി വന്ന് ബസ്സിന് മുന്നിലേക്ക് ചാടിയതിനെ തുടർന്ന് ബസ് നിർത്തേണ്ടി വന്നു എന്നാണ് പറയുന്നത്. അങ്ങനത്തെ ഒരു സംഭവം ആ വീഡിയോയിൽ ഉണ്ടായിട്ടില്ല. പിന്നെ അതിനകത്ത് പറയുന്നത് മുഖ്യമന്ത്രി ഇരുന്ന വശത്ത് നമ്മൾ അടിച്ചു എന്നാണ് പറയുന്നത്. അങ്ങനത്തെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല. വണ്ടി നിർത്തിയിട്ടുമില്ല. ഗൺമാൻ്റെ ഡ്യൂട്ടി അവിടെ ഇവർ പറയുന്ന പോലെ ആണെന്നോ സംഭവിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഗൺമാൻ ചെയ്തത് കൃത്യമാണ്, അവർ പറഞ്ഞതുപോലെയാണ് സംഭവിച്ചിട്ടുണ്ടല്ലോ. പക്ഷെ അങ്ങനെയല്ല സംഭവിച്ചത്. നമ്മളവിടെ ബസ്സിൽ തൊട്ടിട്ടില്ല. അതല്ല, പോലീസ് നമ്മളെ പിടിച്ച് മാറ്റി നിർത്തുമ്പോൾ നമ്മൾ പോലീസിന് വഴങ്ങിക്കൊണ്ട് മാറി നിൽക്കുക. അവിടെ മുഖ്യമന്ത്രിയുടെ വാഹനവുമായി ബന്ധപ്പെട്ട് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും നമ്മൾ ഉണ്ടാക്കിയിട്ടില്ല. അദ്ദേഹം